അങ്ങനെ 2026 ഞങ്ങളുടെ വിഷു ആണ് കേട്ടോ അത്. വിഷുവിന് ഞങ്ങൾ ഏർലി മോർണിംഗ് എണീറ്റിട്ട് ഫസ്റ്റ് കണ്ടത് പൂജാമുറിയിലെ വിളക്കെല്ലാം വെച്ചിട്ടുള്ള കൃഷ്ണനെയാണ്. ഇത് കണ്ടിട്ട് പിന്നെ നമ്മളെല്ലാവരും കുളിച്ച് വന്ന് മക്കളൊക്കെ കുളിച്ച് വന്നിട്ട് പിന്നെ പുറത്തേക്ക് ഞാൻ കൊണ്ടുവച്ച കുലായിൽ വെച്ചിട്ട് അവിടുന്ന് മക്കൾക്ക് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് അവർ പൂത്തിരിയെല്ലാം കത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഏട്ടനും മക്കളും കൂടെ പൂത്തിരിയും പടക്കമൊക്കെ കത്തിച്ച് കുറേ അങ്ങോട്ടും ചീറ്റിപ്പോവും. അപ്പം പേടിച്ചിട്ട് തിരിഞ്ഞതാണ് ഏട്ടൻ. എന്താ വെച്ചാൽ അതൊരു ആ മുകളിൽ പോയി കത്തുന്ന പടക്കമായിരുന്നു. അതിലൊന്ന് മാത്രമേ കറക്റ്റ് പൊട്ടിയുള്ളൂ, ബാക്കിയൊക്കെ അങ്ങോട്ടൊക്കെ പോയി ഞങ്ങൾ ഓടിപ്പോയി രക്ഷപ്പെട്ടതാണ്. പിന്നെതാ തലേ ദിവസം ലേശയ്ക്ക് പൂത്തിരി കത്തിക്കാൻ ഭയങ്കര സന്തോഷമായിരുന്നു, ഇഷ്ടമായിരുന്നു. പക്ഷെ രാവിലെ ആയപ്പോഴത്തേക്ക് ആൾ പേടിച്ചു, താഴെ ഇടുമായിരുന്നു ഒക്കെ. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ ഒരു എലി അങ്ങോട്ട് ഓടി കളിക്കണ്. ആ കാറിൻ്റെ ചുവട്ടിൽ എലി ഉണ്ടെന്ന് തോന്നുന്നു. അവിടുന്ന് ഓടി അങ്ങോട്ട് പോയി കളിച്ചു. പിന്നെ ഏട്ടനെന്താ മേശാപ്പൂ കത്തിക്കുന്നത് നമ്മുടെ ഗേറ്റിൻ്റെ ഇട്ടുകൊണ്ട് ഓപ്പിൽ വെച്ചിട്ട് എത്ര ഉയരത്തിൽ പോകുന്ന രീതിയിൽ അങ്ങനെ കത്തിക്കുകയാണ്. ഒരുപാട് വലിയ മേശാപ്പൂ ഒന്നല്ല, എന്നാലും കുഴപ്പമില്ല, വലുത് തന്നെയാണ്. പിന്നെ വാവൂസ് ഫസ്റ്റ് ടൈമാണ് കേട്ടോ മേശാപ്പൂ കത്തിക്കുന്നത്. ഈ വർഷമാണ് ഫസ്റ്റ് ടൈം മേശാപ്പൂ കത്തിക്കുന്നത്. അങ്ങനെ ഓള് പേടിച്ച് ഓടി കത്തിച്ചതാണത്. ഞങ്ങളുടെ ഈ വർഷത്തെ വിഷുവിൽ മക്കൾക്കൊക്കെ എന്തോ ഒരു ചെറിയൊരു സന്തോഷം കുറച്ച് കൂടുതലുള്ള പോലെ തോന്നിയിരുന്നു. എന്നുവെച്ചാൽ അവർ കുറേ പടക്കങ്ങളൊക്കെ പൊട്ടിക്കാനും പൂത്തിരിയൊക്കെ കത്തിക്കാനും കുറച്ചും കൂടെ വലുതായല്ലോ മക്കൾ, അപ്പം അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. സാൻവി ഇതേപോലെ മേശാപ്പൂ എല്ലാം കത്തിച്ചു. ഏട്ടനും സാൻവിയും മക്കളും ഞാനും കത്തിച്ചു കേട്ടോ. പിന്നെ അവരിതാ പിന്നെ നിലച്ചക്രം ഉണ്ട്, ഏട്ടൻ നിലച്ചക്രം കൊടുക്കുന്നുണ്ടായിരുന്നു. നിലച്ചക്രം ഞങ്ങൾ വീടിന് മുറ്റത്തുനിന്ന് അങ്ങനെ കത്തിക്കില്ല, പുറത്ത് റോട്ടിൽ വെച്ചിട്ടാണ് ഏട്ടൻ കത്തിക്കാൻ സമ്മതിക്കുള്ളൂ. മുറ്റം കേടുവരും എന്ന് പറഞ്ഞിട്ട് മുറ്റത്ത് ഇതേപോലെ നിലച്ചക്രം കത്തിച്ചു കഴിഞ്ഞാൽ ഒരു വൈറ്റ് ഇത് വരുമല്ലോ, അപ്പോൾ ഏട്ടൻ സമ്മതിക്കില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് റോട്ടിലിരുന്നിട്ട് ഇങ്ങനെ നിലച്ചക്രം കത്തിക്കും. അത് പോവില്ല എന്ന് പറഞ്ഞിട്ട് കറ പോലെ കുറച്ച് കാലം നിൽക്കും അത്. പിന്നെ മഴയെല്ലാം പെയ്തിട്ട് പിന്നെ പോവുള്ളത് നിലച്ചക്രത്തിൻ്റെ കറ. പക്ഷെ ഇത് നല്ല രസമാണ്, റോട്ടിൽ നന്നായിട്ട് കറങ്ങിയിട്ടാ നല്ല ഇതിൽ കുറേ എണ്ണം കത്തിച്ചിരുന്നു. ഇത് ഒരെണ്ണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ലേശന് വാവൂസ് പഠിപ്പിക്കുകയാണ് എങ്ങനെ സ്ട്രെയിറ്റ് പിടിച്ചിട്ട് തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അവൾക്ക് പേടിയായപ്പോൾ അവളിങ്ങനെ മെല്ലെ മെല്ലെ ചെയ്ത് പഠിപ്പിക്കുക പൂത്തിരി കത്തിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഓൾ കുറച്ച് ധൈര്യമൊക്കെ പിടിച്ചു. പിന്നെയും താഴ്ത്തി വെക്കുന്നുണ്ട്. അങ്ങനെ കയ്യിലേക്ക് പൊള്ളുന്ന പോലെ പേടിച്ച് അവസാനം നിർത്തി. ഇത് പിന്നെ നമ്മുടെ മാമൻ്റെ വീട്ടിലേക്ക് വൈകുന്നേരം വിളിച്ചിരുന്നു. അവിടെ അങ്ങനെ അവർ പിന്നെയും പടക്കങ്ങളൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി. മാമനങ്ങനെ പൊട്ടിച്ചു. അവസാനത്തെ ഞങ്ങളുടെ പടക്കമാണ് ശരിക്കും ഭീകരമായത് കേട്ടോ. ഇത് കോമ്പലാണ്, ഇത് വലിയ കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് പൊട്ടിപ്പോയി. അവസാനം മുകളിലൊക്കെ വെച്ച് പൊട്ടണ പടക്കമില്ലേ, അത് കത്തിച്ചു. അത് താഴേക്ക് ചരിഞ്ഞു പോയി. സംഭവം ചരിഞ്ഞു പോയപ്പോൾ മൊത്തം അങ്ങോട്ടൊക്കെ സ്പ്രെഡായി. ശരിക്കും ഞങ്ങൾ അപകടമൊന്നും ഇല്ലാണ്ട് എല്ലാവരും ഒന്ന് രക്ഷപ്പെട്ടൊരു സംഭവമായിപ്പോയി. അവസാനത്തെ പടക്കം ഞങ്ങൾ പൊട്ടിക്കുന്നതിന് മുന്നേ ഞങ്ങൾ പോട്ടെ പറഞ്ഞായിരുന്നു. മാമൻ പിന്നെ അതോടെ കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയിരുന്നു. അങ്ങനെ ശരിക്കും എല്ലാവരും പേടിച്ച അവസ്ഥയിലാണ് അന്നത്തെ വിഷു തീർത്തത്. അങ്ങനെ ഒരു ഹാപ്പി വിഷു. ശരിക്കും സന്തോഷമായിരുന്നു, എല്ലാവരും കൂടിയപ്പോൾ ഒരു സന്തോഷം വേറെ തന്നെയായിരുന്നു. അതൊരു സന്തോഷം. പിന്നെ അവസാനം ഒന്ന് പേടിപ്പിച്ചപ്പോൾ ശരിക്കൊരു പേടിയായി. പടക്കത്തിൻ്റെ അപകടങ്ങൾ നമുക്ക് അറിയണതാണല്ലോ. ശരിക്കും എനിക്ക് പടക്കം ഭയങ്കര പേടിയാണ്. അങ്ങനെ ഈ വർഷത്തെ വിഷുവും കഴിഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ഞങ്ങൾ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകളും.